Alhamdulillah Rabbil Alameen Wala aqibatu lil muttaqeen wala udwana illa alal zalimin Wa usalli wa usallimu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd A'udhu billahi as-sami'il alim minash shaitanir rajim Ya ahlal kitab lima talbisuna al-haqqa bil batil wa taktumuna al-haqqa wa antum ta'lamun സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൃഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. നിച്ച് ഓഫ് ട്രൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിന് സാക്ഷികളാവുകയാണ് നാം ഓരോരുത്തരും. യേശുവിൻ്റെ പാത മുഹമ്മദിൻ്റെയും എന്ന ടൈറ്റിലിൽ നിച്ച് ഓഫ് ട്രൂത്ത് നടത്തിയ ഒരു പ്രോഗ്രാമിന് ചില മിഷണറിമാർ മറുപടി പറയുകയും പലപ്പോഴും അത്തരം മറുപടികൾ ആളുകൾക്കിടയിൽ തെറ്റുദ്ധരിപ്പിക്കലുകൾ ഉണ്ടാക്കുക എന്ന ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത മിഷണറിമാർക്ക് മറുപടി നൽകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ യഥാർത്ഥത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുറന്ന മനസ്സോടുകൂടെ ഈ പ്രോഗ്രാമിനെ നോക്കിക്കാണാനുള്ള മനസ്സുണ്ടാകണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനം അനിവാര്യമാണ്. ജീവിതത്തിന് നിഖില മേഖലകളിലും ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കണമെങ്കിൽ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനം കൂടിയേ തീരും. ആ മാർഗദർശനമാകട്ടെ തന്റെ സൃഷ്ടികൾക്ക് നൽകുക എന്നത് സൃഷ്ടാവിന്റെ ബാധ്യതയുമാണ്. ആ ബാധ്യത ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അനവധി പ്രവാചകന്മാരെ നിർവഹിച്ചുകൊണ്ട് നിയോഗിച്ചുകൊണ്ട് സട്ടാവായ ഉടയവൻ നിർവഹിക്കുകയും ചെയ്യുന്നു ബാധ്യത. ഇവിടെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന അനവധി പ്രവാചകന്മാർ, ആ മുഴുവൻ പ്രവാചകന്മാരും മാനവർക്ക് മാർഗദർശനം നൽകുന്നതിന്റെ ഭാഗമെന്നോണം പഠിപ്പിച്ചത് ശുദ്ധ ഏകദൈവാരാധനയാണ്. അവരേവരും അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് ഏകദൈവ ആരാധന തന്നെയാണ്. ഖുർആൻ അക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഏകനായ ഉടയവനെ ആരാധിക്കണമെന്ന പച്ചയായ ഒരു സത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധനം ലഭിച്ചുകൊണ്ടാണ് മുഴുവൻ പ്രവാചകന്മാരും കടന്നു വന്നത് എന്ന് ഖുർആൻ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഏതൊരു പ്രവാചകനും തന്റെ ജനതക്ക് ഈ ശുദ്ധ ഏകദൈവാരാധന എന്ന മഹിതമായ സന്ദേശം പഠിപ്പിക്കുകയും എന്നാൽ കാലാന്തരത്തിൽ ആ മഹിതമായ ഏകദൈവാരാധനയിൽ നിന്നും മഹിതമായ ഇത്തരത്തിലുള്ള സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ചരിത്രമാണ് മാനവരാശിയുടെ ചരിത്രം. ഉദാഹരണമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ശരിയായ സത്യത്തെയും ആദർശത്തെയും ഉൾക്കൊള്ളുന്നതിന് പകരം മൂസയുടെ അനുയായികൾ ആ ആശയത്തിൽ നിന്ന് തെന്നിമാറിയപ്പോൾ അവര് ശരിയായ ആശയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സട്ടാവിനാൽ നിയോഗിതനാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ കാലാന്തരത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് യേശുവിന്റെ അനുയായികൾ എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചതാകട്ടെ ശുദ്ധ ഏകദൈവാരാധനയാണ്. ഖുർആനിലെ 19-ാം അധ്യായം സൂറ മറിയത്തിന്റെ 36-ാമത്തെ വചനം, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു ഹദാ സിറാത്തും മുസ്തഖീം. എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ ഉടയവൻ അല്ലാഹു ഏകനാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നാണ് യേശുവിന്റെ അധ്യാപനം. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് യേശു പഠിപ്പിച്ചതായി വളരെ ഗൗരവത്തോടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ശ്രദ്ധേയമായ കൽപ്പനകളിൽ ഏകദൈവാരാധനയെ അതിസുന്ദരമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ ഇവിടെ നാം അറിയേണ്ടത് ഈ ശുദ്ധ ഏകദൈവാരാധന എന്ന മഹിതമായ ആശയത്തിൽ നിന്ന് തെന്നിമാറുകയും യേശുവിനെ തന്നെ ആരാധിക്കുകയും യേശുവിനെ തന്നെ ദൈവമാക്കുകയും
യേശുവിനെ ദൈവപുത്രനായി ഉയർത്തുകയും യേശുവിനെ തൃത്വ ദൈവസങ്കല്പത്തിൽ ഒരാളത്വമാക്കി മാറ്റുകയും ചെയ്യുന്ന വിശ്വാസരംഗത്തെ വൈകല്യങ്ങളും വൈകൃതങ്ങളും പലപ്പോഴും ആളുകളിലേക്ക് കടന്നു വരികയുണ്ടായി. ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെ വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്യുന്നു. ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا. നിങ്ങൾ ദൈവം മൂന്ന് എന്ന് പറയല്ലേ, തൃത്വം എന്ന് പറയല്ലേ, നിങ്ങളത് ഒഴിവാക്കണം. അതാണ് നിങ്ങൾക്ക് ഖൈർ, അത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് വിശുദ്ധ ഖുർആൻ അവരെ ഉണർത്തുന്നു. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, നിശ്ചയമായും ഏകനായ ഉടയതമ്പുരാൻ ഏകൻ തന്നെയാണ്. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, ഏകനായ ഉടയവൻ സൃഷ്ടാവ് ഒരു സന്തതിയെ സ്വീകരിക്കുന്നതിൽ നിന്നും എത്ര പരമ പരിശുദ്ധനാണ് അവൻ. അതുകൊണ്ട് ഏകദൈവാരാധനയിലേക്ക് മടങ്ങണമെന്നും ഇത്തരത്തിലുള്ള വികല വിശ്വാസങ്ങളെ വലിച്ചെറിയണമെന്നും വിശുദ്ധ ഖുർആൻ ഗൗരവത്തോടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസാഇന്റെ 171-ാമത്തെ ആയത്താണ് നമ്മൾ ഇവിടെ കേട്ടത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ശുദ്ധ ഏകദൈവാരാധനയിൽ നിന്ന് തെന്നിമാറുകയും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങളിൽ തങ്ങൾക്ക് തോന്നിയത് കടത്തിക്കൂട്ടുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എടുത്തു മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമുക്ക് ചുറ്റും നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും എന്ന് തുടങ്ങി മുൻഗാമികളായ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ശരിയായ ആശയത്തെയും ശരിയായ ആദർശത്തെയും കൃത്യമായി ലോകത്തെ പഠിപ്പിക്കാൻ കടന്നു വന്നവനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനില്ല, ഇനിയൊരു വേദഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മഹിതമായ ആശയങ്ങളിലേക്ക് തിരിച്ചു വരലാണ് നിത്യജീവനിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ഏക വഴിമാർഗം. ഇത് ഇക്കാര്യം വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 64-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദു ബഅ്ദുനാ ബഅ്ദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖുൽ ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, വരിക നിങ്ങൾ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക്. എന്താണ് ഈ ഐക്യത്തിന്റെ സന്ദേശം? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, ഏകനായ സട്ടാവിനെ അല്ലാതെ മറ്റാരെയും നമ്മൾ ആരാധിക്കരുത്. വലാ നുശ്രിക ബിഹി ശൈഅൻ, അവന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും മറ്റാരെയും പങ്കുകാരെ ചേർക്കരുത്. വലാ യത്തഖിദു ബഅ്ദുനാ ബഅ്ദൻ അർബാബ മിൻ ദൂനില്ലാഹ്, പടച്ച റബ്ബിന് പുറമെ സട്ടാവായ ഉടയവനേക്കാൾ പൗരോഹിത്യത്തിന് സ്ഥാനവും മാനവും നൽകരുത്. ഇതാണ് ഐക്യത്തിന്റെ ഇണക്കത്തിന്റെ സന്ദേശമായി വിശുദ്ധ ഖുർആനിന് പറയുവാനുള്ളത്. അതെ, ഇത് ഈ മഹിതമായ ആശയത്തെ അവരുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ഖുർആൻ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ഐക്യത്തിന്റെ സന്ദേശം. മാനവരാശിയെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഉടയവൻ ഏകനാണെന്നും ആ ഏകനായ ഉടയവന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ ഒരു ശക്തിയെയും, അത് പ്രവാചകന്മാരാകട്ടെ മഹത്തുക്കളാകട്ടെ, ആരെയും പങ്കുകാരെ ചേർക്കരുത് എന്നും ഈ വിശുദ്ധമായ സത്യത്തെ നെഞ്ചിലേറ്റലാണ് സ്വർഗത്തിലേക്കുള്ള വഴിമാർഗമെന്ന്, നിത്യജീവനിലേക്കുള്ള വഴിമാർഗമെന്ന് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും ഈ മഹിതമായ ശുദ്ധ ഏകദൈവാരാധന പഠിപ്പിച്ച ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ തന്നെ ദൈവമാക്കുവാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിഷണറിമാർ. പലപ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പുതുപുത്തൻ വാദങ്ങൾ, പുതിയ പുതിയ ന്യായവാദങ്ങൾ ആളുകൾക്കിടയിൽ ഇടുകയും ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിഷണറിമാർ. അതിന്റെ ഭാഗമെന്നോണം ചില ആളുകളുടെ സംസാരങ്ങളിലും പ്രഭാഷണങ്ങളിലും ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും കടന്നു വരുന്നു. അത്തരമൊരു വർത്തമാനമാണ് യേശുക്രിസ്തുവും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന വാദം. തീർത്തും വികലമായ വാദമാണ്. ഒരർത്ഥത്തിലും കേവലം മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാൻ കഴിയാത്ത വികലമായ, ഒരർത്ഥത്തിലും മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദം. ഒരു മനുഷ്യൻ ഒരേ സമയം പൂർണ്ണ ദൈവവും അതേസമയം പൂർണ്ണ മനുഷ്യനുമാകുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ പൂർണ്ണനായ മനുഷ്യൻ അല്ലെങ്കിൽ പൂർണ്ണനായ ദൈവം. ഒരാൾക്ക് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുക എന്ന ആശയം ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് മനുഷ്യനായ, ദൈവദാസനായ, ദൈവത്തിന്റെ പ്രവാചകനായ,
ദൈവത്താൽ അയക്കപ്പെട്ടവനായ യേശുവിനെ തന്നെ ദൈവമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നോണമാണ് ഇത്തരം വർത്തമാനങ്ങൾ കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ തന്നെ കടന്നു വരുന്നത് ക്രിസ്താബ്ദം 451 കൽക്കിദ്വന്യ സുന്നഹദോസിലാണ് ഇത്തരം ചർച്ചകളിലൂടെ ഇത്തരം ആശയങ്ങൾ തന്നെ കടന്നു വരുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്ന ചിന്തകളും ആശയങ്ങളും ഉണ്ടോ എന്ന് ഗൗരവപരമായി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, യേശു പൂർണ്ണനായ ദൈവമാണ് എങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെയുള്ള വരികളിൽ യേശു പൂർണ്ണനായ മനുഷ്യനെങ്കിൽ യേശു പൂർണ്ണനായ ദൈവമാണ് എങ്കിൽ ആരോടാണ് പിന്നെ യേശു പ്രാർത്ഥിക്കുന്നത്? യേശു പൂർണ്ണനായ ദൈവമാണെങ്കിൽ ആരോടാണ് യേശു പ്രാർത്ഥിക്കുന്നത്? ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ? എന്ത് വിരോധാഭാസമാണിത്? യേശു തന്നെ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനം. തന്നേക്കാൾ വലിയവനായ പിതാവിനെയാണ് യേശുവിന് പരിചയപ്പെടുത്തുവാനുള്ളത്. യേശു ദൈവമാണെങ്കിൽ ദൈവത്തെക്കാൾ വലിയ ദൈവമോ? എന്തെല്ലാം വിശ്വാസ രംഗത്തെ എന്തെല്ലാം ചിതറിയ ചിന്തകളാണ് ഇവർ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഗൗരവത്തോടെ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ അറിയണം, ഉറങ്ങുന്ന ദൈവം ആ സമയത്ത് അദ്ദേഹം പൂർണ്ണ മനുഷ്യനാണെന്നും ഉണർച്ചയിൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് യേശു ദൈവമാണ് എന്ന വികലവാദങ്ങൾ പിന്നെയും മുന്നോട്ട് വയ്ക്കുന്ന ക്രൈസ്തവ മിഷണറിമാർ ദൈവം ഉറങ്ങുകയോ? ഒന്ന് പഴയ നിയമ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാനുള്ള സന്മനസ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ദൈവം തമ്പുരാൻ ഉറങ്ങുക എന്നത്, ദൈവം തമ്പുരാൻ ഉറക്കവും മയക്കവും ബാധിക്കുക എന്നത് അവന്റെ സവിശേഷതക്ക് പറ്റിയ പണിയാണോ? സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, 121-ാം സങ്കീർത്തനത്തിന് 4-5 വചനങ്ങൾ. നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറക്കവും മയക്കവും ഇല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സട്ടാവായി ഉടയതമ്പുരാൻ ഉറങ്ങില്ല, മയങ്ങില്ല. ഖുർആൻ പറഞ്ഞു, ലാ തഅഖുദുഹു സിനതു വലാ നൗം, അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കില്ല എന്ന് സൂറ ബഖറ 255-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഉറങ്ങുന്ന യേശുവിനെയാണ് ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, ഉണർച്ചയിൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നു എന്നത് യേശുവിനെ ദൈവമായി അവതരിപ്പിക്കുവാനുള്ള ചില ശ്രമങ്ങൾ ഇവർ നടത്തുന്നു. യഥാർത്ഥത്തിൽ കാറ്റിനെ നിയന്ത്രിച്ചാലും കടലിനെ നിയന്ത്രിച്ചാലും എന്ത് അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചാലും യേശു തന്റെ കാലഘട്ടത്തിൽ തന്റെ ജനതക്ക് മുന്നിൽ എന്തൊരത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ആ അത്ഭുതങ്ങളെല്ലാം സട്ടാവായ ഉടയവന്റെ അനുമതി പ്രകാരമാണ് ഏതൊരത്ഭുതവും അദ്ദേഹത്തിലൂടെ ലോകം കണ്ടത്, അദ്ദേഹത്തിലൂടെ ഇസ്രായേലർ കണ്ടത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളും മിത്രങ്ങളും ശത്രുക്കളും എന്തൊരത്ഭുതം കണ്ടുവോ അതെല്ലാം സട്ടാവായ ഉടയവന്റെ അനുമതിയോടുകൂടെ മാത്രമാണ്. നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, ബൈബിൾ പുസ്തകങ്ങൾ മറിച്ചു നോക്കേണ്ടതുണ്ട്. എക്കാലഘട്ടത്തിലും പ്രവാചകന്മാർ തങ്ങളുടെ ജനതയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ആ പ്രബോധിത ജനതയെ താൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാർ ചില അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരിലൂടെ അതത് ജനത കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഇസ്ലാം അതിന്റെ മുഅ്ജിസത്തുകൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തുകളെ സൂറ മാഇദയിലെ 110-ാമത്തെ ആയത്തിലൂടെ കൃത്യമായി വിശുദ്ധ ഖുർആൻ എണ്ണി പറയുകയും ചെയ്യുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് ഖുർആനിലെ 20-ാം അധ്യായം ത്വഹായിൽ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറ ഖസസിൽ എല്ലാം അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട മുഅ്ജിസത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഉണർച്ചയിൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചു എന്നതുകൊണ്ട് യേശു ദൈവമാകുന്നുവെങ്കിൽ യേശു തന്നെ പറയട്ടെ, എനിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 5:19 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. യേശു എന്തൊന്ന് പ്രവർത്തിക്കുന്നുവോ, എന്തൊരത്ഭുതം പ്രകടിപ്പിക്കുന്നുവോ അത് സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരമോ കൊണ്ടല്ല എനിക്ക് സ്വന്തമായി ചെയ്യാനാവില്ല, മറിച്ച് പിതാവിന്റെ അനുമതി പ്രകാരം. പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ടും ക്രൈസ്തവ മിഷണറിമാർക്ക് സമാധാനമില്ല. പിന്നെയും യേശുവിനെ ദൈവമാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗമാണ് പിതാവ് എന്തു ചെയ്യുന്നുവോ അവണ്ണം പുത്രനും ചെയ്യുന്നു എന്ന അവണ്ണത്തിൽ പിടിച്ച് ദൈവമാക്കാൻ ശ്രമിക്കുന്നു യേശുവിനെ. പിതാവ് ചെയ്യുന്നതെന്തോ, പിതാവ് പ്രവർത്തിക്കുന്നതെന്തോ അവണ്ണം പുത്രനും ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ പുത്രനും ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് യേശു ദൈവമാവുക? യേശു സ്വന്തം തന്നെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ വരികളിലൂടെ നമ്മൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. യേശുവിനെ പരിചയപ്പെടുത്തുന്നു ബൈബിൾ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ദൈവം തമ്പുരാന്റെ ദാസനാണ് ഈ യേശു, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം.
അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദാവീദിന്റെയും ദൈവം, മുഴുവൻ പൂർവ്വപിതാക്കന്മാരുടെയും ദൈവം, ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനായ നാഥൻ, ആ നാഥന്റെ ദാസനാണ് യേശു എന്ന് ബൈബിൾ തന്നെ പുതിയ നിയമ പുസ്തകം നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവദാസനാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ദൈവദാസനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തുകയാണ് സ്വന്തത്തെ. ഇതേ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 30-31 വചനങ്ങളിലൂടെ, എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു, എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്താണോ കേൾക്കുന്നത് അത് ഞാൻ വിധിക്കുന്നു. എന്റെ ഇഷ്ടപ്രകാരം എനിക്കൊന്നും ചെയ്യാനാവില്ല, ദൈവം തമ്പുരാന്റെ അനുമതിയോടുകൂടെ അല്ലാതെ, അല്ലെങ്കിൽ പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ എനിക്കാവില്ല എന്ന് യേശു തന്നെ സ്വന്തത്തെ പരിചയപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ യേശു എന്തൊന്ന് ചെയ്തോ അത് സ്രഷ്ടാവിന്റെ അനുമതിയോടുകൂടെയും സ്രഷ്ടാവിന്റെ അനുഗ്രഹത്തോടുകൂടെയുമാണ്. നമ്മൾ അറിയണം, യേശു തന്നെ പരിചയപ്പെടുത്തുന്നു, അയച്ചവൻ, അതെ, അയക്കപ്പെട്ടവനേക്കാൾ വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവനല്ല. അയക്കപ്പെട്ടവനാണ് ഞാൻ, ദൈവം തമ്പുരാനാൽ അയക്കപ്പെട്ട റസൂലാണ് ഞാൻ. എന്നാൽ എന്നെ അയച്ചവനാകട്ടെ സാക്ഷാൽ ഉടയവനാണ്. ആ സാക്ഷാൽ ഉടയവനേക്കാൾ വലിയവനല്ല ഞാൻ, കാരണം പിതാവിനേക്കാൾ വലിയവനല്ല ഞാൻ. എന്തുകൊണ്ടും എന്നേക്കാളും വലിയവനാണ് പിതാവ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയാണ് പിതാവ് എന്ന് പരിചയപ്പെടുത്തുന്നു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ. നമ്മൾ അറിയേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. യേശു എന്തു പറഞ്ഞുവോ, യേശു എന്ത് അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയോ എല്ലാം ദൈവം തമ്പുരാന്റെ അനുമതിയോടുകൂടെ. തീർന്നില്ല, അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ അത്ഭുത പ്രവർത്തനമായും ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട് ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം. ഇത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 41 മുതൽ തുടങ്ങിയ വരികളിൽ നമുക്ക് കാണാം. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് യേശു എന്തു ചെയ്യുന്നു? സട്ടാവായ ഉടയ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. പിതാവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എപ്പോഴും എന്നെ കേൾക്കുന്നു എന്ന് എനിക്കറിയാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിനാണ് ഞാനിത് പറയുന്നത്. താൻ എന്തു പറയുന്നു, താൻ എന്തു പ്രവർത്തിക്കുന്നു എല്ലാം അതേ തന്റെ ചുറ്റുമുള്ള ജനം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? താൻ ദൈവമാണ് എന്നല്ല, ഞാൻ ദൈവമാണ് എന്നല്ല, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവർ വിശ്വസിക്കാൻ. നിന്നെ എല്ലാ അർത്ഥത്തിലും നീയാണ് എന്നെ നിയോഗിച്ചത്, ഞാൻ അയക്കപ്പെട്ടവനാണ്, നീയാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് ഞാൻ ദൈവമാണെന്ന് വരുത്തി തീർക്കാനല്ല, മറിച്ച് അയക്കപ്പെട്ടവനാണ്, റസൂലാണ്, ദൈവദാസനാണ് എന്ന് ചുറ്റുമുള്ള പുരുഷാരത്തെ വിശ്വസിപ്പാൻ വേണ്ടി എന്നാണ് യേശു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 41 മുതൽ 43 കൂടിയ വരികളിൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെയും ക്രൈസ്തവ മിഷണറിമാർക്ക് സമാധാനമില്ല. പിന്നെയും യേശുവിനെ ദൈവമാക്കി തീർക്കുവാനുള്ള പിന്നെയും ചില ശ്രമങ്ങൾ നടത്തുന്നു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ, അതുകൊണ്ട് ദൈവമാണ് എന്ന്. യേശുവിന്റെ മഹാത്ഭുതമായി കൊണ്ട് ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന്. ലാസറിന്റെ കാര്യമെന്നും ഖുർആൻ പറയുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് പടച്ചറബ് നൽകിയ മുഅ്ജിസത്തുകളിൽ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മാഇദയിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദ് തഖ്റുജുൽ മൗത ബിഇദ്നി, എന്റെ അനുമതിയോടുകൂടെ. അല്ലാഹു പറയുന്നു, എന്റെ അനുമതിയോടുകൂടെ നീ മരിച്ചവരെ പുറത്തു കൊണ്ടുവരുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ബിഇദ്നി, എന്റെ അനുവാദപ്രകാരം. പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രന് സ്വയമേവ ഒന്നും ചെയ്യാനാവില്ല. വളരെ ഗൗരവത്തോടെയാണ് വിശുദ്ധ ഖുർആനും ഇത് പറയുന്നത്, ബിഇദ്നി, എന്റെ അനുമതി പ്രകാരം. നമ്മൾ ആ വചനങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നത് ഒരു അത്ഭുത സിദ്ധിയെങ്കിൽ, അതുകൊണ്ട് യേശു ദൈവമാകുന്നുവെങ്കിൽ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നൊരൊറ്റ കാരണത്താൽ ഒരാളെ നമ്മൾ ദൈവമാക്കുന്നുവെങ്കിൽ എത്ര ആളെ ദൈവമാക്കേണ്ടി വരും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ? ബൈബിൾ പഴയ നിയമ പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ എത്ര ആളുകളെ ദൈവത്തിന്റെ പരിധിയിലേക്കും ദൈവത്തിന്റെ പദവിയിലേക്കും കൊണ്ടുപോകേണ്ടി വരും. ഉദാഹരണമായി അതെ, എലീശ ദീർഘദർശിനി ശൂനേങ്കാരിയുടെ മരിച്ച കുട്ടിയെ ജീവിപ്പിച്ച വർത്തമാനമാണ് 2 രാജാക്കന്മാരിൽ അതെ 4-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള വരികൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. തീർന്നില്ല, ഏലിയാവ് ഗൃഹനായികയുടെ മരിച്ച കുട്ടിക്ക് ജീവനെടുത്തുവിട്ട വിവരമാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എസെക്കിയേൽ പ്രവാചകൻ ശ്മശാനത്തിലെ അസ്ഥികൾക്ക് മാംസതളങ്ങൾ നൽകി ജീവനിട്ട് കൊടുത്ത വർത്തമാനമാണ് എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് ദൈവ പദവിയിലേക്ക് ഉയരാനുള്ള വഴിമാർഗമാണെങ്കിൽ എസെക്കിയേൽ പ്രവാചകൻ ദൈവമാകണം, ഏലിയാവ് ദൈവമാകണം, അതേപോലെ തന്നെ എലീശ ദീർഘദർശിയും ദൈവമാകണം.
നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സട്ടാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ള പച്ചയായ സത്യത്തിൽ നിന്ന് തെന്നിമാറി അദ്ദേഹത്തെ ദൈവമാക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം തങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവ് വളരെ നിഷ്കളങ്കമായി വളരെ അഭ്യുദയകാംക്ഷയോടുകൂടെ ക്രൈസ്തവ മിഷണറിമാരോട് പറയാൻ ഞങ്ങൾക്ക് ഇതാണുള്ളത്. തീർന്നില്ല, അത്ഭുത ജനനമാണ് യേശുവിനെ ദൈവമാക്കാൻ ക്രൈസ്തവ മിഷണറിമാർ പെടാപ്പാടുപെടുന്നത്. പിതാവില്ലാതെ പിറന്നു എന്നൊരൊറ്റ കാരണത്താൽ അദ്ദേഹം ദൈവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ദൈവപുത്രനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. അങ്ങനെയെങ്കിൽ മാതാവും പിതാവും ഇല്ലാതെ അത്ഭുതകരമായ ജനനം തന്നെയാണ് ആദാമിൻ്റെതും. മാതാവുണ്ടോ? ഇല്ല. പിതാവുണ്ടോ? ഇല്ല. ആദാമിനെയും ബൈബിൾ ലൂക്കോസിന്റെ സുവിശേഷം 3:38 ദൈവത്തിന്റെ പുത്രനായി കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. മാതാവും പിതാവും ഇല്ലാതെ പിറന്ന ആദമിനെയാകണം അങ്ങനെയാണെങ്കിൽ ആദ്യം ദൈവമാക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവപുത്രനാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, അല്ലാഹുവിങ്കൽ ഈസയുടെ ഉപമ ആദമിന്റേതുപോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, കളിമണ്ണിൽ നിന്ന് ആദമിന്റെ രൂപമുണ്ടാക്കി അതിൽ നാം നമ്മുടെ ആത്മാവിനെ ഊതുകയും അങ്ങനെ അതുണ്ടാവുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാനിന്റെ 59-ാമത്തെ വചനത്തിലൂടെ നമ്മെ ത്വര്യപ്പെടുത്തുന്നു. ഇതുപോലുള്ള ഒരു അത്ഭുത ഇടപെടലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ നടന്നതുപോലുള്ള അത്ഭുതകരമായ സട്ടാവിന്റെ ഇടപെടലാണ്. അതേ മാതാവ് മറിയം ഗർഭം ചുമക്കുകയും സട്ടാവായി ഉടയവന്റെ അത്ഭുതകരമായ ഇടപെടൽ തന്നെയാണത്. അതൊരു ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് യേശുവിനെ ആരാധിക്കണമെന്നല്ല ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ യേശു പോലും സ്വന്തത്തെ ആരാധിക്കണമെന്നല്ല അവകാശവാദവും ഉന്നയിച്ചത്. റബ്ബി വറബ്ബുക്കും ഹാദാ സിറാത്തും മുസ്തഖീം എന്നാണ് യേശുവിന്റെ അധ്യാപനം. ഇനി പോകട്ടെ, മെൽക്കിസേദക്കിനെ നമുക്ക് മാറ്റിവെക്കാനാകുമോ? അദ്ദേഹത്തിന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ജനനവുമില്ല, അദ്ദേഹത്തിന്റെ ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. ആരായി മെൽക്കിസേദക്ക്? മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:3 എല്ലാ അർത്ഥത്തിലും ഇമ്മണി വലിയ പടച്ചോനായി മാറാണ് മെൽക്കിസേദക്ക്. അതുകൊണ്ട് ഇത്തരം വചനങ്ങളെ തങ്ങൾക്ക് തോന്നുന്ന തലത്തിൽ ഉദ്ദേശിക്കുകയും അതിനനുസരിച്ച് യേശുവിനെ ദൈവമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ വചനങ്ങളെല്ലാം തങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. നന്ന്. മറ്റൊന്ന്, ഒരേ സമയം ദൈവത്തെ കാണാനും തൊടാനും സ്പർശിക്കാനും കഴിയുന്ന തലത്തിൽ യേശു ദൈവമായി അവതരിച്ചു എന്നാണ് ചില മിഷണറി വാദങ്ങൾ. എന്നാൽ യേശുവിന്റെ അധ്യാപനം എന്താണ്? യേശു എന്തിനാണ് കടന്നു വന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത് 61-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത് മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ലഭിച്ച തോറയെ ശക്തിപ്പെടുത്താൻ. വളരെ കൃത്യമായി ബൈബിൾ അത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:17 ന്യായപ്രമാണത്തെയോ നിയമത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, മറിച്ച് നിവർത്തിപ്പാനും ശക്തിപ്പെടുത്തുവാനുമാണ് ഞാൻ കടന്നു വന്നത്. ആ കടന്നു വന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച അധ്യാപനത്തെ ശക്തിപ്പെടുത്തുവാൻ കടന്നു വന്നവനാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയും യഹോവയും തമ്മിലുള്ള ഒരു വർത്തമാനം ബൈബിൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ച മോസസ്, എന്തേ മോസസിനോട് യഹോവ പറഞ്ഞത്? എന്റെ മുഖം നിനക്ക് കാണാനാവില്ല, സാധ്യമല്ല. മോസസ്, എന്നെ കാണുന്നവൻ ജീവനോടെ ഇരിക്കുകയില്ല. സട്ടാവായി ഉടയോ തമ്പുരാനെ കാണുക സാധ്യമല്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുകയാണ് യഹോവ സാക്ഷാൽ ഉടയവൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ. ഇത് പഠിപ്പിക്കുന്നത് ബൈബിളാണ്. യേശുവും എന്താണ് പറഞ്ഞത്? നിങ്ങൾ അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ സ്വരം കേട്ടിട്ടുമില്ല. യോഹന്നാന്റെ സുവിശേഷം 5:38. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1:18. എന്തിനേറെ തിമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം, അതേ മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും എന്ന് ദൈവം തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ നമുക്ക് കാണാം. ചുരുക്കത്തിൽ സട്ടാവായി ഉടയവനെ കാണുക സാധ്യമല്ല കണ്ണുകൊണ്ട്. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. കണ്ണുകൾ കൊണ്ട് അവനെ കണ്ടെത്തുക സാധ്യമല്ല. എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയവനും നമ്മെ നിരീക്ഷിക്കുന്നവനും ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയാണ്. അവൻ സസൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ് എന്ന് ഖുർആൻ 6-ാം അധ്യായം 103-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന്റെ സമകാലികർ കണ്ടു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമകാലികർ അദ്ദേഹത്തെ സ്പർശിച്ചു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമകാലികർ അദ്ദേഹത്തെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത് ഏറ്റവും ശ്രദ്ധേയമായി കൃത്യമായി മനസ്സിലാക്കിയവരാണ് യേശുവിന്റെ അനുയായികൾ
അനുയായികളായ അപ്പോസ്തലന്മാർ, യേശുവിനെ കണ്ട, സ്പർശിച്ച, കൂടെ ജീവിച്ച, യേശുവിന്റെ അധ്യാപനങ്ങളെ അതിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ച അപ്പോസ്തലന്മാർ പറയുന്നു, നസ്സറായക്കാരനായ യേശുവിനെ കുറിച്ച് തന്നെ അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്ന്. യേശുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത് അവൻ ശക്തനായ പ്രവാചകനായിരുന്നു എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 19 വചനത്തിൽ ഈ വചനം നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സട്ടാവായ ഉടയവന്റെ ദാസനായി മനസ്സിലാക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം, വിവേകമുണ്ടാകണമെന്നാണ് സന്ദർഭോചിതം സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. ബൈബിൾ പുസ്തകങ്ങളിൽ പലപ്പോഴും തങ്ങൾക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് കടത്തിക്കൂട്ടുകയും ചിലതെടുത്തു മാറ്റുകയും ഫുട്നോട്ടിലുള്ള സാധനം വേഴ്സസിലേക്ക് കയറ്റി വയ്ക്കുകയും പിന്നെ അകത്തുള്ള വചനങ്ങൾ പിന്നെ ഫുട്നോട്ടിലേക്ക് മാറ്റിവെക്കുകയും പിന്നെ കുറെ കാലം ഒരു വചനങ്ങളും അതിലേക്ക് കടത്തിക്കൂട്ടാതിരിക്കുകയും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും വചനങ്ങൾ കടത്തി വെക്കുകയും പിന്നെ കുറെ വചനങ്ങൾ ബ്രാക്കറ്റിൽ ഇടുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം ഏർപ്പാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 9 മുതൽ 20 വരെയുള്ള വചനങ്ങളാണെങ്കിലും, യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിന് 53 മുതൽ 8 മുതൽ 8 അധ്യായം 11 വചനം വരെയുള്ള വചനങ്ങളാണെങ്കിലും, 1 യോഹന്നാൻ 5 7 വചനമാണെങ്കിലും, സമയപരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം അതേ പഴയകാല കയ്യെഴുത്തു പ്രതികളിലില്ല എന്നൊരു പച്ചയായ വസ്തുതയാണ്. മാത്രമല്ല, മാർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 9 മുതൽ 20 കൂടിയ വരികളിലെ ആ ഭാഷാ ശൈലിയെയും പ്രയോഗത്തെയും കുറിച്ച് ദ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററിയിലെ പേജ് നമ്പർ 629 പറയുന്നത്, ഈ ഭാഗത്തിന്റെ ഭാഷയും ശൈലിയും ഈ സുവിശേഷത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ലൂക്കോസിന്റെ അധ്യായം 24 അധ്യായവും അതേപോലെ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെയും വെളിച്ചത്തിൽ നിർമ്മിക്കപ്പെട്ട ആ ഭാഗത്തിലെ കഥകൾ 2-ാം നൂറ്റാണ്ടിൽ ഈ സുവിശേഷത്തിൽ ചേർത്തു വെച്ചതാവാം എന്നാണ് ദ ന്യൂ ജെറോം ബൈബിളിക്കൽ കമന്ററിയിലെ പേജ് നമ്പർ 629 പറയുന്നത്. ഇനി 1 യോഹന്നാൻ 5:7 ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ ദൈവപുത്രനും ദൈവവുമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, തൃത്വദൈവ സങ്കല്പത്തിന് അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ക്രൈസ്തവ മിഷനറിമാർ അതേ ക്രൈസ്തവ ബൈബിളിൽ അതെ 1 യോഹന്നാൻ 5:7 വചനം 5-ാമത്തെ വചനം തിരികെ കയറ്റുകയാണ് ചെയ്തത്. സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 ആളുകളെ തൃത്വദൈവ സങ്കല്പത്തെ സുന്ദരമായി പരിചയപ്പെടുത്തുവാൻ വേണ്ടി ബൈബിളിലേക്ക് കടത്തി കൂട്ടിച്ചേർത്ത വചനമാണിത്. 14-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇത്തരമൊരു വചനങ്ങൾ, ഇത്തരമൊരു ചിന്തകൾ, ഈ ഒരു വചനം നമുക്ക് കാണുക സാധ്യമല്ല. ഇപ്പോഴും റിവേഴ്സ് സ്റ്റാൻഡേർഡ് വേർഷനിൽ 952 പുറത്തിറങ്ങിയ, 971 പിന്നെയും റിവേഴ്സ് ചെയ്ത് പുറത്തിറക്കിയ റിവേഴ്സ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഈ വചനമില്ല. NIV-യിൽ വചനമില്ല. മിക്ക ഇംഗ്ലീഷ് പരിഭാഷകൾ നിങ്ങൾക്ക് നോക്കാം, മലയാളത്തിൽ ഇറങ്ങുന്ന മിക്ക മലയാള ബൈബിളുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. എവിടെ പോയി ഈ വചനം? പിന്നെയാണ് കാലങ്ങൾക്ക് ശേഷം 1998 1898 സലാഹുദ്ദീൻ മക്തി തങ്ങളുടെ ശക്തമായ ശ്രമങ്ങളുടെ ഫലം എന്നോണം അന്നത്തെ പഴയകാല മലയാള ബൈബിളിൽ ഈ വചനം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ശക്തമായ ആദർശ രംഗത്തെ വെല്ലുവിളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ക്രൈസ്തവ മിഷണറിമാർ ഈ വചനം ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ കുറെ കാലത്തിന് ഈ വചനം മലയാള ബൈബിളുകളിലില്ല. പിന്നെ കടന്നു വരുന്നത് 2001 പശീത്ത പുസ്തകത്തിൽ നമ്മൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. ബ്രദർ മാത്യൂസ് വർഗീസ് എഴുതിയ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിശുദ്ധ സത്യവേദ പുസ്തകത്തിലാണ് പിന്നെ ഈ വചനം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ! തങ്ങളുടെ അടിസ്ഥാന വിശ്വാസത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഇവർ ഉന്നയിക്കുന്ന വചനം പോലും ഒരു സുപ്രഭാതത്തിൽ ബൈബിൾ പുസ്തകങ്ങളിലേക്ക് അകത്തിലേക്ക് കൂട്ടിച്ചേർത്തപ്പെട്ടത് എന്നത് പച്ചയായ വസ്തുതയായിരിക്കെ തിരിച്ചറിയാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. എന്തുകൊണ്ട് ഈ വചനം നിങ്ങൾ എഴുതി ചേർത്തില്ല എന്നതിന് ദ ന്യൂ ജെറുസലേം ബൈബിൾ പേജ് നമ്പർ 2019 അവർ പറയുന്ന മറുപടി, പുരാതന ഗ്രീക്ക് കയ്യെഴുത്തു പ്രതികളിലോ പരിഭാഷകളിലോ കാണപ്പെടാത്തതിനാൽ ഈ വചനം ബൈബിളിലേക്ക് കടത്തി കൂട്ടിയതാണെന്ന് മനസ്സിലാക്കിയതിനാലാണ് ഞങ്ങൾ ഇത് ഒഴിവാക്കിയത് എന്ന് വളരെ കൃത്യമായി അവരും പറയുന്നത്. ആരെങ്കിലും പറയുന്ന വർത്തമാനങ്ങളല്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും പല വചനങ്ങളും കടന്നുപോയിട്ടുണ്ട്. അടിസ്ഥാന വിശ്വാസത്തെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വചനങ്ങളുടെ കഥ പോലും ഇതാണ് കഥയെങ്കിൽ എന്തായിരിക്കും ബൈബിളിന്റെ അവസ്ഥ? അതേ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ശരിയായ ആശയത്തിലേക്കും ആദർശത്തിലേക്കും കടന്നു വരിക. അദ്ദേഹം സന്തോഷ വാർത്ത അറിയിച്ച വരാനിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സന്തോഷ വാർത്തയെ ഗൗരവത്തോടെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. യേശു വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തോഷ വർത്തമാനം പറഞ്ഞ യേശുവിന്റെ വചനങ്ങൾ മറ്റാരെക്കാളും കൂടുതൽ ഇണങ്ങുന്നതും യോജിക്കുന്നതും അത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണ്
ഏത് പദങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, ഏത് പ്രയോഗങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, ചോദ്യോത്തര അവസരം കിട്ടുകയാണെങ്കിൽ നമുക്കിത് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വരാനിരിക്കുന്ന സഹായകനെ കുറിച്ച് നടത്തിയ സന്തോഷ വർത്തമാനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നതും യോജിക്കുന്നതും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണെന്ന് ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ ചരിത്രം പോലും കൃത്യമായി പൂർണ്ണമായി പറയുന്നില്ല. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുക എന്ന ഏർപ്പാടല്ല ഖുർആന്റെ ഏർപ്പാട്. ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല. മിഷണറിമാർ മഹാസംഭവമായി പറയുന്നു യേശുവിനെ കുറിച്ച് പൂർണ്ണമായി വിവരം കിട്ടണമെങ്കിൽ ബൈബിളിലേക്ക് പോകണമെന്ന്. ഏറെക്കുറെ 3-3.5 വർഷത്തെ പരസ്യ ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ യേശുവിനെ കുറിച്ച് പറയുന്നുള്ളൂ. മൊത്തം എടുത്തു നോക്കിയാൽ 50 വ്യത്യസ്ത ദിവസങ്ങളിലെ വിവരങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ യേശുവിനെ കുറിച്ച്. ഇതാണ് ബൈബിളിന്റെ അവസ്ഥ. എന്നാൽ വിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥമല്ല, മറിച്ച് ജനങ്ങൾക്ക് ഗുണപാഠം ഉണ്ടാകുന്ന തലത്തിൽ ചില ചരിത്ര സംഭവങ്ങൾ എടുത്തു പറയുന്നു, അവരുടെ അധ്യാപനങ്ങൾ പറയുന്നു, അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളെ തിരുത്തുന്നു എന്നതാണ് വിശുദ്ധ ഖുർആന്റെ നിലപാട്. സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മരണം സകല പാപങ്ങളും ഏറ്റുകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് ക്രൈസ്തവ മിഷണറിമാർ ആവേശപ്രസംഗം നടത്തുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടാണ് മരിച്ചുപോയത് എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് മഹത്വം യേശുവിനാണ് എന്ന് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിന് കൂടുതൽ മഹത്വം, മുഹമ്മദ് നബിക്ക് കുറച്ച് മഹത്വം, മുഹമ്മദ് നബിക്ക് യേശുവിനേക്കാൾ കൂടുതൽ മഹത്വം, അങ്ങനെയൊന്നല്ല ഞങ്ങളുടെ വിശ്വാസം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻകും, അവർക്കിടയിൽ ഒരർത്ഥത്തിലെ വിഭാഗീയതയോ ഏറ്റക്കുറച്ചിലുകളോ ഞങ്ങൾ നടത്തില്ല. ഞങ്ങളുടെ പ്രവാചകന്മാരാണ് അവർ. ഈ മഹാപ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ആദം മുതൽ നൂഹാണെങ്കിലും ലൂത്താണെങ്കിലും ഇബ്രാഹിം ആണെങ്കിലും ഇസ്മായിൽ ആണെങ്കിലും ഇസ്ഹാഖ് ആണെങ്കിലും മൂസയാണെങ്കിലും ഈസയാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും മുഴുവൻ പ്രവാചകന്മാരും നമ്മുടെ പ്രവാചകന്മാരാണ്. അവരെ ഏറ്റക്കുറച്ചിലുകൾ നടത്തില്ല, അവരെ ഇകഴ്ത്തുകയോ അവരിൽ ഒരാൾ മറ്റൊരാൾ വലിയവനാക്കി ഒരു തരത്തിലുള്ള ചിത്രത ഉണ്ടാക്കുന്ന നിലപാട് മുസ്ലിങ്ങളുടെ നിലപാടല്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഇകഴ്ത്തിയത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിഷണറിമാരാണ്. നമ്മൾ അറിയേണ്ടതുണ്ട്, ഏലി ഏലി ലമ്മ സബഖ്തനി എന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ച ബൈബിൾ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരിൽ എഴുതി വെച്ച വർത്തമാനങ്ങളാണത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശനായി മരിച്ചു വീഴുന്ന യേശുവിനെയാണ് ബൈബിൾ പുസ്തകം, മത്തായിയുടെ സുവിശേഷം നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതേ കുരിശിൽ ക്രൂശീകരിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് ആവർത്തന പുസ്തകം 21:23 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമ ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായില്ല. നിരാശ ഉള്ള വ്യക്തിയായി കൊണ്ട് അദ്ദേഹം മണ്ണിൽ നിന്ന് പടഞ്ഞു മരിച്ചിട്ടില്ല. അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല. അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. പിന്നെയും അള്ളാഹ് പറഞ്ഞു, അദ്ദേഹത്തെ ഒരാളും കൊന്നിട്ടില്ല. എന്തു സംഭവിച്ചു? അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ജീവനോടെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംവിധാനത്തിലേക്ക് ഈസയെ അള്ളാഹ് ഉയർത്തി. ഇതാണ് ഈസാ നബിയെ മഹത്വപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ. അതല്ലാതെ പൊട്ടിക്കരഞ്ഞ് നിരാശ ബാധിച്ച് മരിക്കുന്ന ഒരു യേശുവിനെയല്ല ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെയോ നമ്മൾ അറിയണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്ക് മാതൃകയാണ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഇല്ലാതെ ആർക്കും സ്വർഗ്ഗപ്രവേശം സാധ്യമല്ല. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ അന്തിമമായി ചില നിർദ്ദേശങ്ങൾ നൽകി. ആ അന്തിമ ഉപദേശത്തെ ക്രൈസ്തവ മിഷണറിമാർ എന്തേ മറന്നുപോയത്? അന്തിമ ഉപദേശങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ തഖദു ഖുബൂർ അംബിയാഹി മസാജിദ. ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? പ്രവാചകന്മാരെ ആരാധ്യ പുരുഷന്മാരാക്കി, പ്രവാചകന്മാരെ പടച്ചോനാക്കി, പ്രവാചകന്മാരെ ദൈവം തമ്പുരാനാക്കി കൊണ്ടുള്ള വികല വിശ്വാസം വെച്ച് പുലർത്തിയ കാരണത്താൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മഗ്ഫിറത്തും കാരുണ്യത്തിനും വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അല്ലാഹുമ്മ ബിറഫീഖിൽ അല, അത്യുന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് വിരലുകൾ ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് സമാധാനത്തോടുകൂടെ ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞ വർത്തമാനമാണ് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്മാരെ കുറിച്ചുള്ള ഒരുപാട് വികലവാദങ്ങൾ ബൈബിൾ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മദ്യം ഉണ്ടാക്കിയ ആളുകൾ, മദ്യം കുടിച്ച് വസ്ത്രമൂരിയ ആളുകൾ, മദ്യം കുടിച്ച് തന്റെ പെൺമക്കളുമായി ശയിക്കുന്ന ആളുകൾ. എന്നാൽ ഈ മുഴുവൻ പ്രവാചകന്മാരും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ മാതൃകാ വ്യക്തിത്വങ്ങളും മാതൃകാ പ്രവാചകന്മാരും എല്ലാ അർത്ഥത്തിലും മഹത്വമുള്ളവരാണെന്ന് പരിചയപ്പെടുത്തി അവരെ ഉന്നതമായ തലത്തിൽ പരിചയപ്പെടുത്തുന്ന ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മറ്റതെല്ലാം ഈ പറയുന്ന
പറയുന്ന പുരോഹിതന്മാരുടെയും ബൈബിൾ എഴുത്തുകാരുടെയും കള്ള കയ്യെഴുത്തുകോലാണ് ഇക്കോലത്തിൽ അതിനാക്കിയത്. അള്ളാഹുവിന്റെ വചനം ഇതാ, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസുനൽ ഹഖ ബിൽ ബാതിൽ വതക്തുമുനൽ ഹഖ വഅൻതും തഅലമൂൻ. അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി ഇങ്ങനെ കൂട്ടിക്കുഴക്കുന്നത്? എന്തിനാണ് ഈ സത്യത്തെ നിങ്ങൾ അസത്യവുമായി കൂട്ടിക്കുഴക്കുന്നത്? അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സത്യത്തെ മൂടി വെക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. 3-ാം അധ്യായം ആൽ ഇംറാൻ 71-ാമത്തെ വചനത്തിലൂടെ. അതുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാരോട് സ്നേഹബുദ്ധിയോടുകൂടെ ഇസ്ലാമിന് പറയുവാനുള്ളത്, വിശുദ്ധ ഖുർആനിന് പറയുവാനുള്ളത്, നിങ്ങൾ സത്യത്തെ കൂടെ അസത്യത്തെ ഇങ്ങനെ കൂട്ടിക്കുഴക്കല്ലേ, സത്യത്തെ നിങ്ങൾ മൂടി വെക്കല്ലേ. സത്യം ജനങ്ങളോട് പറയാനുള്ള മനസ്സുണ്ടാകണമെന്ന് ഗൗരവത്തോട് ഉണർത്തിക്കൊണ്ട് ഈ വിഷയത്തെ നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ് ലോകങ്ങളുടെ നാഥൻ. യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാനും ആ സത്യത്തെ നെഞ്ചിലേറ്റാനും ആ സത്യത്തിന്റെ വക്താവായി ഈ മണ്ണിൽ നിന്ന് പിടപറയാനും അതുവഴി നാളെ ഉന്നതമായ സ്വർഗ്ഗലോകവും നിത്യജീവൻ നേടിയെടുക്കാൻ കാരുണ്യവാനായ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.